ഒരുപക്ഷെ നെതന്യാഹു അല്ലെങ്കിൽ ഇസ്രായേൽ എന്തുകൊണ്ടാണ് ഇത്രയും ലോകത്തിനെല്ലാം അറിയാം, ഏകദേശം 60,000-ഓളം ആളുകളാകാൻ പോവുകയാണ് മരണപ്പെട്ടത് ഗാസയിൽ. പക്ഷേ എന്തുകൊണ്ടാണ് ഇപ്പോഴും ഗാസയിലുള്ള ആ സൈനിക നീക്കത്തെ ഇപ്പോഴും ഇസ്രായേൽ ജനത അനുകൂലിക്കുന്നത്, ലോകത്തിലുള്ള പല ഭാഗത്തുള്ള ജനങ്ങളും അനുകൂലിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഈ ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിൽ ചെയ്തത്, ഇപ്പം ആളുകളെ യുദ്ധത്തിൽ കൊന്നു, അത് ഓക്കെ, പക്ഷേ അതിനും അപ്പുറത്ത് അവർ ചെയ്തൊരു ക്രൂരതയുണ്ട്, ഒരു ഭയങ്കര ക്രൂരത. എന്ന് വെച്ചാൽ സ്ത്രീകളെയൊക്കെ ബലാത്സംഗം ചെയ്തതെന്ന് പറയുന്നത് വളരെ ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്തത്. എന്ന് വെച്ചാൽ ആ ഒരു ജനതയോടുള്ള അവരുടെ ആ ഒരു ഭയങ്കര വെറുപ്പുണ്ട്. ആ വെറുപ്പ് കൃത്യമായിട്ട് ധ്വനിപ്പിക്കുന്ന രീതിയിൽ ഇവർ ആ സ്ത്രീകളെ വെറുതെ ബലാത്സംഗം ചെയ്തതല്ല, അങ്ങനെ ബലാത്സംഗം ചെയ്തു. എന്ന് വെച്ചാൽ അവരെ നാണം കെടുത്തണം. എന്ന് വെച്ചാൽ ഈ സ്ത്രീകളെ കണ്ടു കഴിയുമ്പോൾ, ബലാത്സംഗം ചെയ്ത് കൊല്ലപ്പെട്ട സ്ത്രീകളെ കണ്ടു കഴിയുമ്പോൾ ആ ജനത മനസ്സിലാക്കണം, ഞങ്ങൾ നിങ്ങളെ എത്രത്തോളം വെറുക്കുന്നു, എത്രത്തോളം പുച്ഛിക്കുന്നു. ആ രീതിയിലുള്ള ഒരു അവസ്ഥയിലാണ് ഇവരെല്ലാം ചെയ്തത് എന്നുള്ളത്. ഞാൻ ഇപ്പോൾ ഓർക്കാണ്, ഈ ഒരു പിയേഴ്സ് മോർഗൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ ഈ ബ്രിട്ടനിലെ ഇതുപോലെ കുടിയേറിയ ഒരു ഡോക്ടറെ അയാൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് അയാളോട് പറയുന്നുണ്ട്, ഇത്രയും ക്രൂരതകൾ കാണിച്ചതിന് നിങ്ങൾ എങ്ങനെയാണ് തോന്നുന്നത് ചോദിക്കും. അയാൾക്കതൊരു വിഷയമേ അല്ല. അയാൾ അപ്പോഴും പലസ്തീനെ ന്യായീകരിക്കുന്നു. അപ്പോൾ അതിനു മുന്നേ കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ട് ഇസ്രായേൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ക്രൂരത, ആ സ്വഭാവം, ആ ക്രൂരത കാണിച്ച സ്വഭാവത്തെ ഈ വിദ്യാഭ്യാസമുള്ള ഈ മനുഷ്യന്മാർ പോലും, ഈ ഭാഗങ്ങളിൽ നിന്നുള്ള മനുഷ്യന്മാർ പോലും അതിനെ കാണാൻ കൂട്ടാക്കുന്നില്ല എന്നുള്ളതാണ്.